ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? കേരളത്തിലുള്ള ഏതൊരു മലയാളിയാണെങ്കിലും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും അമ്മയാണെങ്കിലും പ്രായമായവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ആ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു മലയാളിയും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന്. ആ ഒരു വീട്ടിലിരുന്ന് ടി വിയിൽ കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ആ ഒരു ഓളിന്റെ മുന്നിൽ വന്ന് ആ ഒരു പറയുന്നുണ്ടെങ്കിൽ അത്രയേറെ ക്ഷമ കെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത്രയേറെ സഹിച്ചിട്ടാവാം. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നിൽ നിന്നിട്ട് എന്തുവാ ടി വി കാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാണ്. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്നവരെ ശിക്ഷ ഇവിടെ വരണം. എന്നാലും അത് കൈ വെട്ടണം കാല് വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എനിക്ക് താമരശ്ശേരി മാമയാ. ഞാൻ പോയത് താമരശ്ശേരി ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരിക്കലും ഒരു സമരത്തെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അത്രയും പിന്തുണച്ച് ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. പക്ഷേ ഈ MSF എന്ന് പറയുന്ന ഈ ഒരു ഇവർ ചെയ്തൊരു കാര്യം അത് മറ്റു പാർട്ടിക്കാരും ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടി ബേസ് അല്ലാണ്ട് ഉണ്ട്. ഈ ചെയ്ത കാര്യമുണ്ടല്ലോ, അക്ഷരം പ്രതി ഉണ്ടല്ലോ ശരി, അവരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം. അതായത് കേരളത്തിൽ ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യാത്ത രീതിക്ക് പാർട്ടി ബേസ് അല്ലാണ്ട് ഒരു മനുഷ്യനെന്നുള്ള രീതിക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ആ ഒരു കൊലയാളികളായ മക്കള് എക്സാം എഴുതിക്കുന്നത് എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന അതിൽ നിന്ന് കൊടുക്കുന്ന ഒരു പാഠം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അറിയാവുന്നവരൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്ത് പാഠമാണ് ഇനി വരുന്നവർക്കും കാണുന്നവർക്കും അതിലൂടെ മനസ്സിലാവുന്നത്? ഒരാളെ ഇതുപോലെ ഒരു പയ്യനെ ഇത്രയും പ്രായമില്ല അവരുടെ കൂടെ ഇരുന്ന് എക്സാം ചെയ്യേണ്ട ഒരു പയ്യനെ ഇത്രയും ക്രൂരലായിട്ട് കൊന്നിട്ട് വീണ്ടും എക്സാം എഴുതാമെന്നുള്ളൊരു പാഠവും, അല്ലെങ്കിൽ നമ്മൾ ആരെ കൊന്നാലും നമുക്കൊന്നുമല്ല എന്നുള്ളൊരു പാഠമാണ് പഠിക്കേണ്ടത്. ഇതൊക്കെ കണ്ടിട്ടും മിണ്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സമ്മതിക്കണം കേട്ടോ.